ഹലോ, നമസ്കാരം. ഇന്ന് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട പാസ്തയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഈ പാസ്ത. ഞാൻ ഓൾറെഡി വൈറ്റ് സോസ് പാസ്തയും സ്പെഗറ്റിയുടെയും ഇതുകൂടാതെ ബേക്ക്ഡ് പാസ്തയുടെ ഒക്കെ റെസിപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ, അതും കൂടി കണ്ടോളൂ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം റെഡ് സോസ് പാസ്തയുടെ റെസിപ്പി നോക്കാം. അപ്പം അതിനായിട്ട് നമുക്കൊരു പാൻ വെക്കുക. പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് നന്നായി ചൂടാവണം. ഓയിലും ബട്ടറും വേണ്ടാത്തവർക്ക് നോർമൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒനിയനാണ് ഇട്ട് കൊടുത്തത്. ഒനിയൻ ചെറുതായി അരിഞ്ഞത്. കുറച്ച് ഉപ്പും കൂടി പെട്ടെന്ന് സോട്ടാവാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് കുറച്ച് ഒറിയാനോ ഇതുപോലെ കൈ കൊണ്ടൊന്ന് അമർത്തിയിട്ട് കൊടുക്കുക. അതൊന്നാവുമ്പോൾ 2 ടൊമാറ്റോ വേവിച്ച് അരച്ചതാണ്. ടൊമാറ്റോന്റെ പ്യൂരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായി ഒന്ന് തിളച്ചൊന്ന് കുറുകട്ടെ. ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി. ഇത് ഓൾറെഡി ടൊമാറ്റോ വെന്തത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് അധികം വെന്ത് കുറുകേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂണോളം ഞാൻ ഇതിൽ എരിവിന് ഇട്ട് കൊടുത്തത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി പൗഡർ വേണ്ടവർക്ക് അതാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിന്റെ ക്രീമിനെസ് ഒന്ന് കൂടാനായിട്ട് ഒരു 2 ടീസ്പൂണോളം ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാൽ ഉപയോഗിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി അത് നന്നായി ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ക്രീമും കൂടി ആകുമ്പോൾ നല്ല റിച്ച് ആവും, നല്ല ടേസ്റ്റ് ബാലൻസ് ചെയ്യും ഇത്. അപ്പൊ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതെല്ലാം ആ ടേസ്റ്റ് ഒക്കെ നല്ലവണ്ണം ബാലൻസ് ആയി. നല്ല ടേസ്റ്റാണ് ഈ സോസ് കഴിക്കാൻ തന്നെ. ഇനി അതിലേക്ക് കളർഡ് ക്യാപ്സിക്കംസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല, 3 കൂടി ഒരു കപ്പിന്റെ അടുത്തുണ്ടാവും കേട്ടോ. നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ക്യാപ്സിക്കം ഒക്കെ റോ ആയി കഴിക്കുന്നതുകൊണ്ട് വേവണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ നമുക്ക് വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 100 ഗ്രാം പാസ്തയോളം വേവിച്ചിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാസ്ത വേവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വാർക്കുന്നതിന് മുമ്പ് ഊറ്റുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ വിട്ട് കിടക്കുന്ന പാസ്ത കിട്ടും. അപ്പൊ ഇതാ നമ്മുടെ എല്ലാം മിക്സായി പാസ്തയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം എല്ലായിടത്തേക്കും നല്ലത്. പാസ്ത എപ്പോഴും വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചും കൂടി ക്രീമിനെസ്സിന് വേണ്ടി 1 ടീസ്പൂണും കൂടി ഞാൻ ഫ്രഷ് ക്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ക്രീം ഇട്ടാൽ മതി. അപ്പം നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റും കൂടി ഫീൽ ചെയ്യും നമുക്ക്. ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാസ്ത. ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോയും കൂടി മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലധികം മസാലകളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇടുന്നത് കുറച്ച് മൊസറല്ല ചീസാണ്. ഈ മൊസറല്ല ചീസും ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഒരു പാസ്ത ആയതുകൊണ്ട് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. അത് ഒരു കമ്പൽസറി ആയിട്ട് ഇടണമെന്നൊന്നുമില്ല. ഈ ചീസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ ദാ നമ്മുടെ പാസ്തയൊക്കെ റെഡി, സെർവ് ചെയ്യാനായി. ചുടാന്ന് നമുക്ക് പോയി പാസ്ത കഴിക്കാം. ഇത് കണ്ടോ, നല്ല ചൂടായിട്ട് അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കും. ബൈ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.